ഇതെല്ലാം കാണിക്കുന്ന ഒരു അദൃശ്യം, ഒരു എനർജിയാണ്, ഒരു ഊർജം. ആ വെളിച്ചം അതെന്താണ്? അത് തന്നെയാണ് നമ്മളോടൊപ്പം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു തത്വമസി. തത്വമസിയുടെ പൊരുൾ ആരും മനസ്സിലാക്കാതെ ശബരിമലയിൽ പോകും, അമ്പലങ്ങളിൽ പോകും, എല്ലായിടത്തും പോകും. യഥാർത്ഥത്തിൽ ആ തത്വത്തിനെ തിരിച്ചറിഞ്ഞാൽ പിന്നെങ്ങും പോവേണ്ടതില്ല. ഹൃദയം ഒരു ക്ഷേത്രം, ഹൃദയം ഒരു ദേവാലയം. ബിച്ചു തിരുമല സാറ് മഹത്തായ പാട്ട് എഴുതിയിട്ടുണ്ട്. അത് മാത്രം വായിച്ചാൽ മതി ചിലപ്പോൾ എനിക്ക് തോന്നും. അത്ര ഗംഭീരമായിട്ട്, ഇത്ര സിമ്പിളായിട്ടൊരു ഫിലോസോഫിക്കലായിട്ട് എങ്ങനെ ഹൃദയം ദേവാലയം പോയ വസന്തം നിറമാല ചാർത്തുന്ന ആരണ്യ ദേവാലയം മാനവ ഹൃദയം ദേവാലയം. സമയം കിട്ടുമ്പോൾ അതൊന്ന് കേട്ടു നോക്കണം. വളരെ സിമ്പിൾ. ഈ പറഞ്ഞ ആർഷഭാരത സംസ്കാരത്തിൻ്റെയൊക്കെ വളരെ ചെറിയ രീതിയിലുള്ള ബിച്ചു തിരുമല സാറിൻ്റെ ഒരു ഗാനമാണ്. ആ ഗാനത്തിലുണ്ട് നമ്മൾ തന്നെയാണ് ക്ഷേത്രം. തത്വമസിയുടെ മഹത്തായ പൊരുൾ അതുണ്ട്. ഗുരുദേവൻ കാണിച്ചു തന്നത് അതതിനകത്തുണ്ട്. കണ്ണാടി നമ്മളല്ല, സ്വയം നോക്കൂ, ഉള്ളിലേക്ക് നോക്കൂ എന്ന് പറയുന്നുണ്ട്. ഗുരുദേവൻ ഒന്നുകൂടെ ഉള്ളിലേക്ക് നോക്കില്ല, നിങ്ങൾ കണ്ണാടി വെച്ചിട്ട് ഒന്ന് നോക്കൂ. ആരെയാ കാണുന്നത്? നമ്മളെ തന്നെ, നിങ്ങൾ തന്നെ ഈശ്വരൻ. അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ ആചാര്യന്മാര് വളരെ ഗഹനമായ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പൊ അത് കവികളും ആധ്യാത്മിക ആചാര്യന്മാരും ചിന്തകന്മാരും എല്ലാവരും ചേർത്താണ് ഇത്ര ഗംഭീരമായ രീതിയിൽ നമ്മുടെ സംസ്കാരത്തിനെ വാർത്തെടുത്ത് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഗാനവും വെറുതെ എഴുതി തള്ളേണ്ടതല്ല. ഇത്ര വലിയ ഉദാത്തമായ കാര്യങ്ങളിടയ്ക്ക് ഞാൻ ഈ ഗാനത്തിന് എന്തിനു കൊണ്ടുവന്നൊന്നും വിചാരിക്കരുത്. സദ്ഭാവന ട്രസ്റ്റും ടീച്ചറും ഈ കൂട്ടായ്മ എല്ലാം ഈ വലിയ ഗംഭീരമായ സനാതന ധർമ്മം എന്ന് പറയുന്ന ഈ പുസ്തകത്തിലൂടെ പറയുന്നതും. സമയമുണ്ടെന്ന് എനിക്കറിയില്ല. ഗാനം എന്നാ ഇത് തന്നെ ആവാം, ഇതാവാം. വളരെ അർത്ഥവത്താണ്. ഇതിലെ വരികളിലെ ഹൃദയം ദേവാലയം പോയ വസന്തം നിറമാല ചാർത്തുന്ന ആരണ്യ ദേവാലയം മാനവ ഹൃദയം ദേവാലയം. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടക്കാറുണ്ടിവിടെ. സ്വപ്നങ്ങൾ ആഘോഷം നടത്താറുണ്ടിവിടെ. മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടിവിടെ. ചിന്തകൾ സപ്താഹം ചൊല്ലാറുണ്ടിവിടെ. മുറജപമില്ലാത്ത കൊടിമരമില്ലാത്ത പുണ്യമഹാക്ഷേത്രം മാനവ ഹൃദയം ദേവാലയം. വിഗ്രഹമില്ലാതെ പുണ്യാഹമില്ലാതെ അഭിഷേകം കഴിക്കാറുണ്ടിവിടെ. ദുഃഖങ്ങൾ മുഴുക്കാപ്പു ചാർത്താറുണ്ടിവിടെ. മേൽശാന്തിയില്ലാതെ മന്ത്രങ്ങൾ ചൊല്ലാതെ കലശങ്ങളാടാറുണ്ടിവിടെ. ഓർമ്മകൾ ശിവേലി കൂടാറുണ്ടിവിടെ. നടപ്പന്തലില്ലാത്ത തിടപ്പള്ളിയില്ലാത്ത പഴയ ഗുഹാക്ഷേത്രം മാനവ ഹൃദയം ദേവാലയം. ഹൃദയം ദേവാലയം. താങ്ക് യു. ഇത് തന്നെയാണ് ഇതെല്ലാം. അത് നമ്മൾ മനസ്സിലാക്കുക. എല്ലാം നമ്മുടെ ആചാര്യന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. അവസാനം വരുന്നത് നമ്മൾ തന്നെയാണ് ഈശ്വരൻ. തത്വമസി അഹം ബ്രഹ്മാസ്മി. അത് തന്നെയാണ് സനാതന ധർമ്മം. അത് മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക. എല്ലാ ഭാവങ്ങളും സദ്ഭാവന ട്രസ്റ്റിനും തമ്പാൻ സാർ അടക്കമുള്ളതിൻ്റെ എല്ലാ ഭാരവാഹികളും സിന്ധു അടക്കമുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും ഒക്കെ രേഖപ്പെടുത്തുന്നു എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ. അതുപോലെ ഡോക്ടർ മിനി ജോൺ ടീച്ചറിനെ ഇനിയും കൂടുതൽ
ആർഷഭാരത സംസ്കാരത്തിനെ കുറിച്ച് എഴുതാൻ കഴിയട്ടെ, സദ്ഭാവന ട്രസ്റ്റിനും അതുപോലെ പലതും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.